യാങ്ഷിയെ തട്ടിക്കൊണ്ടുപോയതിൽ വിഷമിച്ച് സി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് കിഡ്നാപ്പർ അവനെ കൊണ്ടുപോയില്ല. മിനിയാങ് അവൻ്റെ അടുത്ത് പോയി ചോദിച്ചു, മോനെ, യാങ്ഷിയെ കൊണ്ടുപോയ കിഡ്നാപ്പറിനെ നീ കണ്ടിരുന്നുവോ? അതിന് സി കരഞ്ഞുകൊണ്ട് വാച്ച് എന്നാണ് ഉത്തരം പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ മിനിയാങ്ങിന് ഒരു കാര്യം ഓർമ്മ വന്നു. അതായത് യാങ്ഷി അവന് കൊടുത്ത സ്മാർട്ട് കാർഡ് സിയുടെ സ്മാർട്ട് വാച്ചിൻ്റേതായിരുന്നു. അതുപയോഗിച്ച് എളുപ്പത്തിൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിയും. ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് കിഡ്നാപ്പർ വീട്ടിനുള്ളിൽ കടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ യാങ്ഷി തന്നെക്കാളും കൂടുതൽ സിയുടെ സുരക്ഷയെക്കുറിച്ചാണ് ചിന്തിച്ചത്. അവൾ ബുദ്ധിപൂർവ്വം സിയെ കൂട്ടിക്കൊണ്ടുവന്ന് വാഷ്റൂമിൽ ഒളിപ്പിച്ച് വെച്ചു. അതിനുശേഷം വാച്ച് അവൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു. അതുവഴി മിനിയാങ്ങിന് ലൊക്കേഷൻ ട്രേസ് ചെയ്യാലോ എന്ന് വിചാരിച്ച് തന്നെയാണ് യാങ്ഷി അങ്ങനെ ചെയ്തത്. അതിനുശേഷം കിഡ്നാപ്പർ അവളെ ബോധം കെടുത്തി തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. മിനിയാങ് സിയോട് പറഞ്ഞു, നീ മിടുക്കനാണ്, നീ എനിക്ക് ഏതായാലും ഒരു തെളിവ് തന്നു, ഞാൻ നിന്റെ ആൻറ്റിയെ എന്തായാലും രക്ഷിച്ചു കൊണ്ടുവരും. ഇത്രയും പറഞ്ഞ് അവൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അവൻ ഒരു അജ്ഞാത സ്ഥലത്ത് എത്തിച്ചേർന്നു. അതൊരു പഴയ ഗ്യാരേജ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച അവൻ അവിടെ യാങ്ഷിയെ കണ്ടു. അവളെ ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. മിനിയാങ് യാങ്ഷിയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും കിഡ്നാപ്പറും അവരുടെ അടുത്തേക്ക് എത്തി. കിഡ്നാപ്പർ മിനിയാങ്ങിനോട് പറഞ്ഞു, ഇനി നീ ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ ഞാൻ ഇവളെ കൊല്ലും. മിനിയാങ് കിഡ്നാപ്പറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കിഡ്നാപ്പർ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. കിഡ്നാപ്പറുടെ മുഖം വ്യക്തമല്ലായിരുന്നു. അവൻ മെല്ലെ മെല്ലെ അവരുടെ അടുത്തെത്തി. പെട്ടെന്നാണ് മിനിയാങ് കിഡ്നാപ്പറുടെ ഫേസ് വ്യക്തമായി കണ്ടത്. ദൈവമേ, അത് മിനിയാങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഇയാളും മിനിയാങ്ങിൻ്റെ ശത്രു ആവുകയാണോ? ഇതും കൂടി ഇനി ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അസിസ്റ്റൻ്റ് കുറച്ചുകൂടി അടുത്തേക്ക് വന്നു. അവൻ പറഞ്ഞു, എൻ്റെ അച്ഛനെ കൊന്നത് നിൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് അവൻ മിനിയാങ്ങിനോട് റിവെഞ്ച് ചെയ്യാൻ പോവുകയാണ്. പണ്ട് മിനിയാങ്ങിൻ്റെ വീട്ടിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ അവിടെ അസിസ്റ്റൻറ്റിൻ്റെ ഫാദറും ഉണ്ടായിരുന്നു. അസിസ്റ്റൻ്റ് പറഞ്ഞു, 17 വർഷമായിട്ട് ഇതിൻ്റെ പക ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇന്ന് ഞാനത് തീർക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ ആരെയും കൊല്ലാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും സന്തോഷം കാണുമ്പോൾ എൻ്റെ രക്തം തിളച്ചു മറിയുകയാണ്. ഞാൻ ടെൻഷനും അടിച്ചിരിക്കുമ്പോൾ നീ എന്തിനു സന്തോഷിക്കണം? നിൻ്റെ സഹോദരിയും സന്തോഷത്തിലായിരുന്നുവല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അവളെയും കൊന്നു. അതിനുശേഷം നീ ഈ പെണ്ണിനെയും സിയെയും കിട്ടിയപ്പോൾ നീയും സന്തോഷത്തിലായില്ലേ? ഇത് ഞാൻ എങ്ങനെ സഹിക്കും? അസിസ്റ്റന്റിന്റെ മനസ്സിൽ ഇവരോട് ഭയങ്കര ദേഷ്യമാണ്. അവൻ ഇവരോട് റിവെഞ്ച് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. മിനിയാങ് അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതൊക്കെ മറന്നേക്കൂ. നിന്റെ അച്ഛന് സംഭവിച്ചതിന് ഞാൻ നിന്നോട് സോറി പറയുന്നു. നീ ആങ്ഷിയൊന്നും ചെയ്യരുത്. ഇത് കേട്ടതും അസിസ്റ്റന്റ് ദേഷ്യത്തോടെ മിനിയാങ്ങിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കോളറിന് പിടിച്ചു. അസിസ്റ്റന്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മിനിയാങ്ങുമായി ബന്ധമുള്ള എല്ലാവരെയും കൊല്ലുക, അതുവഴി മിനിയാങ്ങിൻ്റെ സന്തോഷം ഇല്ലാതാക്കുക. ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് മിനിയാങ്ങിൻ്റെ സഹോദരി കാറിൻ്റെ കീ ചോദിക്കുമ്പോൾ അവരുടെ തൊട്ടടുത്തായി അസിസ്റ്റന്റും ഉണ്ടായിരുന്നു. അസിസ്റ്റന്റ് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് അവൻ പോയിട്ട് കാറിൻ്റെ ബ്രേക്ക് തകരാറാക്കി വെച്ചത്. ഇതിനർത്ഥം അവൻ ഒരു ചാൻസ് നോക്കി നടക്കുകയായിരുന്നു. അവൻ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു. അസിസ്റ്റന്റ് മിനിയാങ്ങിനോട് പറഞ്ഞു, നീ എൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് എന്നോട് യാചിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയത്. ഇത് വിശ്വസിച്ചിട്ട് നിങ്ങൾ രണ്ടാളും അടിപിടിയായി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവണം. അതും കൂടി എൻ്റെ ഉദ്ദേശമായിരുന്നു. മിനിയാങ് പറഞ്ഞു, നിന്റെ ശത്രുത എന്നോടാണ്, യാങ്ഷിയോടല്ല. നീ അവളെ വെറുതെ വിട്ടേക്ക്. നീ എന്നോട് എതിരിട്ടാൽ മതി. അസിസ്റ്റന്റ് പറഞ്ഞു, എൻ്റെ ആഗ്രഹം നീ എന്നെ കൊല്ലണം എന്നാണ്. നീ വാ, നമുക്ക് ഫൈറ്റ് ചെയ്യാം. രണ്ടാളും പൊരിഞ്ഞ അടി തുടങ്ങി. മിനിയാങ് അവനെ അടിക്കാൻ തുടങ്ങി. അസിസ്റ്റന്റിന്റെ ഉദ്ദേശം അവനെ മിനിയാങ് കൊല്ലണമെന്നും അതുവഴി മിനിയാങ്ങിൻ്റെ ജീവിതം തകരണം എന്നുമായിരുന്നു. യാങ്ഷി പറഞ്ഞു, മിനിയാങ്, നീ അവൻ പറയുന്നത് കേട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. നീ ഒരു വക്കീലല്ലേ, നീ പോലീസിന്റെ സഹായം തേടൂ. അവസാനം മിനിയാങ് അസിസ്റ്റന്റിനെ താഴെയിട്ടു. ഇപ്പോഴും അസിസ്റ്റന്റിന് മിനിയാങ്ങിന്റെ കൈകൊണ്ട് മരിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ മിനിയാങ് അത് ചെയ്തില്ല. ഇതിനിടയിൽ യാങ്ഷി അവിടെ ബോധം കെട്ടു വീണു. മിനിയാങ് അവളെ എടുത്തുകൊണ്ടുപോകാൻ നോക്കുകയാണ്. അസിസ്റ്റന്റിന്റെ പ്ലാൻ ആകെ ഫ്ലോപ്പായിപ്പോയി. തൻ്റെ ഉദ്ദേശം നടക്കാത്തതിൻ്റെ വിഷമത്തിൽ അസിസ്റ്റന്റ് അവിടെ കിടന്ന കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. അടുത്ത സീനിൽ കാണിക്കുന്നത് യാങ്ഷി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ടും അവൾക്ക് ബോധം വന്നിരുന്നില്ല. മിനിയാങ് ആകെ വിഷമത്തിലായിരുന്നു. അവന് ഹോസ്പിറ്റലിൽ വെച്ച് പഴയ ഓർമ്മകളൊക്കെ വന്നു.
അവൻ അവളെ വഴക്കു പറഞ്ഞതൊക്കെ അവൻ ഓർക്കുകയാണ്. അവളെ അവൻ വീട്ടിൽ നിന്ന് പോലും പിടിച്ചു പുറത്താക്കിയിരുന്നു. പിന്നീട് അതേ പെൺകുട്ടിയാണ് അവൻ്റെ ഭയം ഇല്ലാതാക്കിയതും വീണ്ടും ജീവിക്കണം എന്ന ഒരു മോഹം അവനിൽ ഉണർത്തിയതും. ഇതൊക്കെ ഓർമ്മിച്ചിട്ട് അവൻ വല്ലാതെ ഇമോഷണലായി. പെട്ടെന്ന് യാങ്ഷിക്ക് ബോധം വന്നു. അവൾ ആദ്യം തന്നെ മിനിയാങ്ങിൻ്റെ പേരാണ് വിളിച്ചത്. മിനിയാങ് അവളെ കെട്ടിപ്പിടിച്ചു. യാങ്ഷി മിനിയാങ്ങിനോട് ചോദിച്ചു, നീ അസിസ്റ്റന്റിന് എന്തെങ്കിലും ചെയ്തോ? നീ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ അത് ചെയ്യും? നിയമം കയ്യിലെടുക്കുന്നതിൽ നിന്നും നീയാണ് എന്നെ രക്ഷിച്ചത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടേക്ക് സി വന്നു. അവൻ തൻ്റെ ആൻറ്റിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ 3 പേരും ഒരുമിച്ചായി. പക്ഷേ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. മിനിയാങ് യാങ്ഷിക്ക് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആകെ മൊത്തം ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. യാങ്ഷിയുടെ കണ്ണ് പൊത്തിയിട്ടാണ് ഉള്ളത്. കണ്ണ് തുറന്ന അവൾ അവിടുത്തെ അലങ്കാരങ്ങളൊക്കെ കണ്ട് ആകെ സർപ്രൈസ്ഡായി. മിനിയാങ് സിസിയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. സിസി നല്ല ബുദ്ധിമാനാണ്. അവൻ എന്തോ എടുക്കാൻ വേണ്ടി അവിടുന്ന് പോയി. മിനിയാങ് പറഞ്ഞു, നിന്നെ കണ്ടുമുട്ടുന്നതിന് മുൻപ് എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥവും ഉണ്ടായിരുന്നില്ല. നീയാണ് എനിക്ക് ജീവിക്കാനുള്ള പ്രേരണ തന്നത്. നീയാണ് എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറ്റിയത്. നീ എനിക്കെല്ലാമാണ്. അപ്പോഴേക്കും സിസി മോതിരം കൊണ്ടുവന്നു. മിനിയാങ് അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അവളോട് ചോദിച്ചു, യാങ്ഷി, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ? അവൻ അവളുടെ വിരലിൽ മോതിരം അണിയിച്ചു. രണ്ടാളും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. സിസി പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ എൻ്റെ അങ്കിൾ ഇൻ ലോയും ആൻറ്റി ഇൻ ലോയുമാണ്. അവന് ആദ്യം മുതലേ അവർ ഒന്നാകുന്നത് തന്നെയായിരുന്നു സന്തോഷം. അങ്ങനെ ഇപ്പം അവർക്ക് 3 പേർക്കും വളരെ സന്തോഷമായി. പിന്നീട് 2 മാസത്തിന് ശേഷം വീണ്ടും കാണിക്കുകയാണ്. യാങ്ഷി ഷീ ഗ്രൂപ്പിൻ്റെ CEO ആയിരിക്കുകയാണ്. മിനിയാങ് അവളുടെ അസിസ്റ്റൻറ്റുമാണ്. അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു, ഈ കോൺട്രാക്റ്റിൻ്റെ ഡ്യൂറേഷൻ വെറും 5 വർഷത്തേക്ക് മാത്രം എന്തേ വെച്ചത്? എനിക്കിത് ലൈഫ് ടൈം വേണം. ഞാൻ നിങ്ങളെ എവിടെയും പോകാൻ വിടില്ല. അപ്പോൾ മിനിയാങ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാഡം, എന്നെ നിങ്ങൾക്ക് ലൈഫ് ടൈം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മാർക്കറ്റ് വില ഇനിയും കൂടും. നിനക്കത് താങ്ങാൻ പറ്റുമോ? അവൾ അവനൊരു റൊമാൻറ്റിക് ഗിഫ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ ഇവരുടെ ലവ് സ്റ്റോറി കംപ്ലീറ്റ് ആകുന്നു. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ലവ് സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു സ്റ്റോറിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.